സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴ പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുമുണ്ട്. 6 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പാണ് നിലവിലുള്ളത്. ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. വിവിധ പ്രതിനിധികൾ നമ്മുടെ കൂടുതൽ മഴ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷാണ്. ആൻമരിയ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. കോഴിക്കോട് നിന്ന് ഗോകുൽ കെ വേണുഗോപാലും. ആദ്യം MG പ്രതീഷിലേക്കാണ്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പ്രതീഷ്, ഇന്നലെ രാത്രിയൊക്കെ തന്നെ ശക്തമായ മഴ, ആ മഴ ഇങ്ങനെ തുടരും എന്ന് അറിയിച്ചിട്ടുണ്ട്. ചില ഇടങ്ങളിലൊക്കെ പ്രത്യേക കാലാവസ്ഥ മുന്നറിയിപ്പുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്ന് വിശദമായി തന്നെ പറയും. സ്മിത, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്രത്തോളം തീവ്രമായ മഴ സംസ്ഥാനത്ത് ഉണ്ടാകുന്നത്. 6 ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ 6 ജില്ലകളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ മറ്റെല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ കനക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിലായിരിക്കും ഏറ്റവും കൂടുതൽ മഴ വരും മണിക്കൂറുകളിൽ ലഭിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയാണ് ഉണ്ടാകുന്നത്. വരുന്ന 3 ദിവസം കൂടി ഈ മഴ തുടരുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് പ്രധാനമായും അറിയിച്ചിരിക്കുന്നത്. കേരള തീരത്ത് നിലവിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. 28-ാം തീയതി വരെയാണ് മത്സ്യബന്ധനം നിരോധിച്ചിരിക്കുന്നത്. തീരമേഖലയിലുള്ളവരും മലയോര മേഖലകളിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് പ്രധാനമായും പുറപ്പെടുവിച്ചിട്ടുള്ളത്. കാരണം തീരമേഖലകളിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. ഉയർന്ന തിരമാലകൾക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും ഈ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. ഒപ്പം ഈ ബീച്ചുകളിലൊക്കെ തന്നെ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശം നിലവിൽ സർക്കാരും ജില്ലാ ഭരണകൂടവും നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിലും ഒരു പ്രത്യേക ജാഗ്രത ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ പാലിക്കണം. കാരണം ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടലിനുൾപ്പെടെ സാധ്യതയുണ്ട് എന്നതാണ് സർക്കാരും അറിയിക്കുന്ന കാര്യം. അതുകൊണ്ട് പ്രത്യേക ഒരു ജാഗ്രതയാണ് വിവിധ ജില്ലകളിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും പുറപ്പെടുവിച്ചിരിക്കുന്നത്. സ്മിത, ശ്രീജിത്ത്. ശരി, MG പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇടുക്കി, എറണാകുളം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മഴ കനക്കും. ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഫലമായി കൂടി വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. കോഴിക്കോട്ട് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, എന്താണ് വടക്കൻ ജില്ലകളിലെ സാഹചര്യം? മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ഏതൊക്കെ ജില്ലകൾ എത്രത്തോളം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്? വരും മണിക്കൂറുകളിൽ മഴയുടെ സ്വഭാവം എന്തായിരിക്കും ഗോകുൽ? കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, പാലക്കാട് ജില്ലകളിൽ നിലവിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രിയിലൊക്കെ വലിയ രീതിയിലുള്ള മഴ പെയ്തിരുന്നു. കോഴിക്കോട് നഗരത്തിലും മലയോര മേഖലകളിലുമൊക്കെ കഴിഞ്ഞ ദിവസം ശക്തമായ മഴയാണ് പെയ്യുന്നത്. എന്നാൽ അധിക സമയം മഴ നീണ്ടു നിൽക്കുന്നില്ല. വരുന്ന മഴ പെയ്യുന്നു, വളരെ പെട്ടെന്ന് ശക്തമായി പെയ്യുന്നു, പെയ്തൊഴിയുന്നു എന്ന രീതിയിലാണ് മഴ പെയ്തു പോകുന്നത്. അതിനാൽ തന്നെ മഴ ശക്തമായി പെയ്യുന്നതിനാൽ തന്നെ ഒരുപക്ഷെ അടുത്ത കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം ഇതിൽ മാറ്റമുണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. രാത്രിയിലൊക്കെ വലിയ രീതിയിൽ മഴ പെയ്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ പാലക്കാട് ജില്ലയിൽ ഇന്നും നാളെയുമൊക്കെ മഞ്ഞ അലർട്ട് തന്നെയാണ്. 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. പാലക്കാടുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ അടച്ചിട്ടുണ്ട്. ഊട്ടിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ പൈൻ ഫോറസ്റ്റ്, 8-ാം മൈൽ, ഷൂട്ടിംഗ് പോയിന്റ്, ട്രീ പാർക്ക് എന്നിവയൊക്കെ അടച്ചിട്ടുണ്ട്. മലപ്പുറത്ത് വലിയ രീതിയിലുള്ള മഴ, ഇടവിട്ടുള്ള മഴ പെയ്യുന്നുണ്ടെങ്കിലും അത്ര തീവ്രമല്ല എന്നാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ കാസർഗോഡും കണ്ണൂരും ശക്തമായ മഴ പെയ്യുന്നില്ല. ഇടവിട്ടുള്ള മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മലബാറിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിൽ മഴ പെയ്യുന്നതിനാൽ ഇരവഴിഞ്ഞിപ്പുഴ ഉൾപ്പെടെയുള്ള പുഴകളിൽ വെള്ളം കയറിയ സാഹചര്യവും നിലവിലുണ്ട്.
കോഴിക്കോട് നിന്നാണ് ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേർന്നത്. ഇനി ആൻമരിയ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ആൻമരിയ, എറണാകുളം ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നല്ല ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പലയിടങ്ങളിലും കാറ്റ് ശക്തമാകുന്നു എന്നുള്ള വിവരം വരുന്നുണ്ട്. എറണാകുളം ജില്ലയിലെ ഇപ്പോൾ ഈ പ്രഭാതത്തിലെ സ്ഥിതി എന്താണ്? വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. എറണാകുളം ജില്ലയിൽ രാത്രി അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ വലിയ കാറ്റും വീശുന്നുണ്ടായിരുന്നു ജില്ലയുടെ പല ഭാഗങ്ങളിലും. അത് തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും നഗരപ്രദേശങ്ങളിലുമെല്ലാം ഈ രീതിയിൽ ഇടവിട്ടുള്ള ശക്തമായിട്ടുള്ള മഴയും അതോടൊപ്പം വരുന്ന വലിയ കാറ്റുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പ്രഭാതത്തിലേക്ക് വരികയാണ് എങ്കിൽ രാവിലെ ഈ മഴയ്ക്ക് ചെറിയൊരു ശമനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജില്ലയുടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എടുത്തു നോക്കുകയാണ് എങ്കിൽ ഈ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൽ ഇടവിട്ടിടവിട്ട് പെയ്യുന്ന അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ രാത്രിയിൽ പെയ്ത ഈ ശക്തമായിട്ടുള്ള കാറ്റിലും മഴയിലും കളമശ്ശേരി അടക്കമുള്ള ഭാഗങ്ങളിലെല്ലാം മരം കടപുഴകി വീണിട്ട് വലിയ തരത്തിലുള്ള ഗതാഗത തടസ്സം ഉണ്ടായിരുന്നു. പിന്നീട് അത് പുനഃസ്ഥാപിച്ച് ഗതാഗത തടസ്സം മാറ്റിയിട്ടുണ്ട്. ഈ രീതിയിലുള്ള ശക്തമായിട്ടുള്ള കാറ്റും മഴയും ജില്ലയുടെ പല ഭാഗങ്ങളിലുമുണ്ട്. തീരപ്രദേശത്തുള്ളവർക്ക് അതീവ ജാഗ്രത നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കടലാക്രമണം അതിരൂക്ഷമാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം നിലവിൽ ഇപ്പോൾ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഈ രീതിയിൽ തീരപ്രദേശത്തുള്ളവർക്ക് അതീവ ജാഗ്രത നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇനി മലയോര മേഖലകളിലേക്ക് വരികയാണ് എങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഈ ഭാഗങ്ങളിൽ, അതായത് ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന ഇടങ്ങളിൽ താമസിക്കുന്നവരോട് അവിടെ നിന്ന് മാറി താമസിക്കണമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിലേക്ക് ഈ ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ അതോടൊപ്പം തന്നെ ഈ ശക്തമായിട്ടുള്ള കാറ്റിൽ മരം കടപുഴകി വീഴാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലുള്ളവരോടെല്ലാം മാറി നിൽക്കണം അല്ലെങ്കിൽ ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് മലയോര മേഖലകളിലേക്കുള്ള രാത്രി സഞ്ചാരത്തിലും ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ ഇന്ന് ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പിനെ കണ്ടുകൊണ്ട് ജില്ലാ ഭരണകൂടം എറണാകുളം ജില്ലാ കളക്ടർ അവധി നൽകിയിട്ടുണ്ട് സ്കൂളുകൾക്ക്. അത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ട്യൂഷൻ സെന്ററുകൾക്ക് ഉൾപ്പെടെ ഈ അവധി ബാധകമായിരിക്കുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എറണാകുളം ജില്ലയിൽ ഇടവിട്ടുള്ള ശക്തമായിട്ടുള്ള മഴയാണ് സ്മിത. ശരി, ആൻമരിയ സണ്ണി വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. ഇന്നലെ രാത്രിയിലുണ്ടായ മിന്നൽ ചുഴലിയെ തുടർന്ന് തൃശൂർ മാള ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടമുണ്ടായി. ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങളും പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. 14-ാം വാർഡിൽ അടൂപ്പറമ്പിൽ വീട്ടിൽ വേണുവിന്റെ വീടിന് മുകളിലേക്ക് തേക്ക് മരവും തെങ്ങും വീണ് വീട് ഭാഗികമായി തകർന്നു. 9-ാം വാർഡിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണു. ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന 4 യാത്രക്കാരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബീഹാർ വോട്ടർ പട്ടിക വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും സ്തംഭിക്കാനാണ് സാധ്യത. ബീഹാർ വോട്ടർ പട്ടിക വിഷയത്തിൽ പാർലമെന്റ് കവാടത്തിൽ ഇന്ത്യ സഖ്യാംഗങ്ങൾ ഇന്നും പ്രതിഷേധിക്കും. അതേസമയം പുതിയ ഉപരാഷ്ട്രപതിയെ കണ്ടെത്താനുള്ള കൂടിയാലോചനകൾ BJP നേതൃത്വത്തിൽ സജീവമാണ്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഗുഡ് മോർണിംഗ്. ഇന്നും സഭയിൽ ബഹളങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത തന്നെയാണ് കാണുന്നത്. ബീഹാർ മാത്രമല്ല, ഇപ്പോൾ ഈ ഉപരാഷ്ട്രപതിയുടെ കാര്യത്തിലാണെങ്കിലും ഉപരാഷ്ട്രപതിയുടെ രാജി, അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഇക്കാര്യം ചർച്ച ചെയ്യുന്നു പോലുമില്ല. ആ കാര്യം മിണ്ടാൻ പോലും സമ്മതിക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷ MP-മാർ പറയുന്നത്. അപ്പൊ ഇന്ന് എന്തായിരിക്കും സ്ഥിതി? വെരി ഗുഡ് മോർണിംഗ് സ്മിത, റീജിത്ത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തുടർച്ചയായി 4 ദിവസവും പാർലമെന്റിന്റെ ഇരുസഭകളും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സ്തംഭിച്ചിരുന്നു. പ്രധാനമായും ബീഹാറിലെ വോട്ടർ പട്ടിക വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇന്ത്യ സഖ്യം അത്തരത്തിൽ ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസവും പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുമ്പായി സഭാ കവാടത്തിൽ, മകര കവാടത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളുമായുള്ള പ്രതിഷേധം ഇന്നും തുടരാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. സഭ ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ സഭാ കവാടത്തിൽ പ്രതിഷേധം ആരംഭിക്കും. അതിനുശേഷം സമാനമായി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായതിന് സമാനമായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇരു സഭകളിലും നോട്ടീസ് നൽകാനാണ് പ്രതിപക്ഷാംഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ നോട്ടീസ് തള്ളുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്തും. സഭ സ്തംഭിപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കടുത്ത ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ
ഉന്നയിച്ചിരുന്നു. കർണാടകയിലെ ഒരു സീറ്റിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായി എന്നും അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹകരിച്ചതിന്റെ തെളിവ് തങ്ങളുടെ കൈവശമുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതേസമയം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കൃത്യമായി സുതാര്യമായി തന്നെയാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഉപരാഷ്ട്രപതിയുടെ രാജിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും തുടരുകയാണ്. രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം ഈ വിഷയം ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് തള്ളിയിരുന്നു. ഇന്നും ആ വിഷയം ഉന്നയിച്ച നോട്ടീസ് നൽകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സ്മിത, റിജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വർഷകാല സമ്മേളനം തുടങ്ങിയത് മുതൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ട്. ഇന്നും അത് തുടരാൻ തന്നെയാണ് സാധ്യത. ഇരു സഭകളും സ്തംഭിക്കാൻ തന്നെയാണ് സാധ്യത. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. UK സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാലദ്വീപിലേക്ക്. 2 ദിവസത്തെ സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി മാലദ്വീപിൽ എത്തുന്നത്. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ മുഖ്യാതിഥിയായി പ്രധാനമന്ത്രി പങ്കെടുക്കും. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിനുള്ള ചർച്ചകൾ ഉണ്ടാകും. UK സന്ദർശനത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാൾസ് മൂന്നാമൻ രാജാവുമായി കൂടിക്കാഴ്ച നടത്തുകയും വൃക്ഷത്തൈ സമ്മാനിക്കുകയും ചെയ്തിരുന്നു. സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളുമായി മന്ത്രി V ശിവൻകുട്ടി ഇന്ന് ചർച്ച നടത്തും. വൈകിട്ട് 4:30 മന്ത്രിയുടെ ചേംബറിലാണ് യോഗം. ഓരോ മാനേജ്മെന്റിൽ നിന്നും ഒരു പ്രതിനിധിയാണ് പങ്കെടുക്കുക. സമയമാറ്റവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പ്രതിനിധികൾക്ക് യോഗത്തിൽ പങ്കുവയ്ക്കാം. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിവാദങ്ങൾ, പ്രതിഷേധങ്ങൾ, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ സർക്കാർ ആ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അതിനിടയിലുള്ള ഈ ചർച്ച അത് പ്രധാനവുമാണ്. MG പ്രതീഷ്, വിവരങ്ങൾ എന്താണ്? റിജിത്ത്, സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളുമായി വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തുന്നത്. വൈകിട്ട് 4:30 മന്ത്രിയുടെ ചേംബറിലാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. ഓരോ മാനേജ്മെന്റിൽ നിന്നും ഓരോ പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമായും ഈ മുസ്ലിം മതസംഘടനകൾ ഉൾപ്പെടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ അവരുടെ നിലപാട് പ്രധാനമായും വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കും. സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ സ്കൂൾ സമയമാറ്റത്തിൽ വലിയ പ്രതിഷേധം അറിയിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചത്. ആ ചർച്ചയിൽ എടുക്കുന്ന തീരുമാനമായിരിക്കും ഏറ്റവും നിർണായകമാകുന്നത്. പക്ഷേ അപ്പോഴും സമയമാറ്റം അനിവാര്യമാണെന്ന നിലപാടിൽ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉള്ളത്. സമസ്ത ഉൾപ്പെടെ അത് ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടുള്ളത്. പക്ഷേ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 220 ദിവസം വേണം എന്നതാണ്, 220 മണിക്കൂർ വേണമെന്ന ഒരു നിർദ്ദേശം ഉള്ളത് കൊണ്ടാണ് ഈ സ്കൂൾ സമയമാറ്റവുമായി സർക്കാർ മുന്നോട്ട് പോയതെന്ന വിശദീകരണമാണ് ഈ വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നത്. പക്ഷേ മദ്രസ പഠനത്തെ ഉൾപ്പെടെ സർക്കാരിന്റെ തീരുമാനം ബാധിക്കുന്നുവെന്നതാണ് സമസ്ത ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പുനരാലോചന വേണമെന്ന നിലപാടാണ് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾക്കുള്ളത്. ആ നിലപാട് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള യോഗത്തിൽ പങ്കുവയ്ക്കും. മാത്രമല്ല, ഈ സമയമാറ്റം സംബന്ധിച്ച് ഒരു പഠന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ പഠന റിപ്പോർട്ടിൽ ഭൂരിഭാഗം രക്ഷിതാക്കളും സ്കൂൾ സമയമാറ്റത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ ആ പഠന റിപ്പോർട്ട് 6 ജില്ലകളിൽ മാത്രം നടത്തിയ പഠന റിപ്പോർട്ടാണ് എന്നും അത് ഒരു സമ്പൂർണ്ണമല്ല എന്നുള്ള നിലപാടാണ് സമസ്തയ്ക്കുള്ളത്. ഈ നിലപാട് ഉൾപ്പെടെ സമസ്ത ഇന്നത്തെ യോഗത്തിൽ ഉന്നയിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഈ യോഗം സംബന്ധിച്ച ഈ ഒരു തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് എടുക്കും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. ശരി, MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിന്റെ ജനകീയ ചർച്ചകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം ടഗോർ തിയേറ്ററിൽ നടക്കും. മന്ത്രി KN ബാലഗോപാൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പരിഷ്കരണ പ്രക്രിയയിൽ പൊതുജനാഭിപ്രായം സ്വരൂപിക്കുന്നതിനായാണ് ചർച്ചകൾ സംഘടിപ്പിക്കുന്നത്. 1 മുതൽ 10 വരെ ക്ലാസുകളിലെ പാഠ്യപദ്ധതി പരിഷ്കരണം നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. ജ്ഞാനസഭയിൽ പങ്കെടുക്കാൻ RSS മേധാവി മോഹൻ ഭാഗവത് ഇന്ന് എറണാകുളത്തെത്തും. സംസ്ഥാനത്തെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ പരിപാടിയുടെ ഭാഗമാകും. കണ്ണൂർ, കാലിക്കറ്റ്, കുഫോസ്, തിരുവനന്തപുരം സെൻട്രൽ എന്നീ യൂണിവേഴ്സിറ്റികളുടെ VC-മാരാണ് ജ്ഞാനസഭയ്ക്ക് എത്തുന്നത്. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ആൻമരിയ, ഈ സർവകലാശാല പ്രശ്നമൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് നമുക്ക് മുമ്പിലുണ്ട്.
സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന സർക്കാരിന്റെ വിമർശനം അതിശക്തമായി ഉയരുന്നൊരു ഘട്ടം. അതിനിടയിലാണ് RSSന്റെ മേധാവി കേരളത്തിലേക്ക് എത്തുന്നത്. അതിൽ ഈ പരിപാടിയിൽ ഈ VC-മാരൊക്കെ പങ്കെടുക്കുന്നു എന്നതും പ്രധാനമാണ്. എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ, ആൻമരിയ? റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഈ രീതിയിൽ ഒരു ജ്ഞാനസഭ ഈ കൊച്ചിയിൽ സംഘടിപ്പിക്കുന്നത്. അതിൽ മോഹൻ ഭാഗവത് പങ്കെടുക്കുന്നു. അതിന്റെ പ്രധാന പരിപാടിക്ക് അല്ലെങ്കിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതും മോഹൻ ഭാഗവതാണ്. അത് ഇന്നു മുതൽ തുടങ്ങുന്ന ജ്ഞാനസഭയാണ്. അത് കുറച്ച് ദിവസങ്ങളിലോളം ഈ ജ്ഞാനസഭയുണ്ടായിരിക്കും. അതിലാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ ആരോപണം നിലനിൽക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ സർവകലാശാലയെ കാവ്യവൽക്കരിക്കുന്നു എന്ന തരത്തിലുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ നടത്തുന്നതിനിടയിൽ വിവിധ സർവകലാശാലകളിലെ VC-മാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കണ്ണൂർ, കാലിക്കറ്റ്, കുഫോസ്, തിരുവനന്തപുരം സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നീ യൂണിവേഴ്സിറ്റികളിലെ VC-മാരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. സർവകലാശാല വിഷയത്തിൽ സംസ്ഥാന സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന ഗവർണർ രാജേന്ദ്ര ആർലേക്കറും ഈ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട്. ഈ രീതിയിൽ വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ നിൽക്കുന്ന ഈ ജ്ഞാനസഭ അത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതും ഈ അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന മോഹൻ ഭാഗവതിന്റെ പ്രഭാഷണത്തോടായിരിക്കും. മുഖ്യ പ്രഭാഷണത്തിലായിരിക്കും വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു 7 മണിയോടുകൂടി തന്നെ മോഹൻ ഭാഗവത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി. ആദ്യ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതും ഈ എറണാകുളത്ത് തന്നെയാണ്. അത് ആദിശങ്കര പേപ്പതിയിലെ ആദിശങ്കര നിലയത്തിലാണ് ജ്ഞാനസഭ സംഘടിപ്പിച്ചിരിക്കുന്നത്. 27, 28 തീയതികളിലായിരിക്കും അമൃത വിദ്യാപീഠത്തിലായിരിക്കും പരിപാടി. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് മാധ്യമങ്ങൾക്കും അവസരം നൽകിയിരിക്കുന്നത്. ആ ലാസ്റ്റ് ദിവസം അതായത് 28-ാം തീയതിയാണ് മോഹൻ ഭാഗവതിന്റെ പ്രഭാഷണമുള്ളത്. അതിലായിരിക്കും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പല കാര്യങ്ങളും പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ട് നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ ഈ ജ്ഞാനസഭ സംഘടിപ്പിക്കുന്നു എന്നതിലും പ്രാധാന്യമേറെയാണ്. റിജിത്ത്, ആൻമരിയ സൺഡെയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. പത്തനംതിട്ട തിരുവല്ലയിൽ കാർ കുളത്തിൽ വീണ് ഒരാൾ മരിച്ചു. കാരക്കൽ സ്വദേശി ജയകൃഷ്ണനാണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ട മറ്റു 3 പേരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. AV ജയശങ്കർ ചേരുന്നു വിവരങ്ങളുമായി. ജയശങ്കർ, ഇതെങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? സ്മിത, തിരുവല്ലയിലെ മന്നം കരച്ചിറയിലാണ് നിയന്ത്രണം വിട്ട കാറ് പോസ്റ്റിലിടിച്ച് കുളത്തിലേക്ക് മറിഞ്ഞ ഒരാൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ രാത്രി 11 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഈ അപകടത്തിൽ ജയകൃഷ്ണൻ എന്ന് പറയുന്ന 22 വയസ്സുള്ള ആളാണ് മരണപ്പെട്ടിരിക്കുന്നത്. മറ്റ് 3ഓളം പേരെ ഇന്നലെ രാത്രി തന്നെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇവർക്ക് മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിലവില്ല. ഇതിൽ ഒരാളുടെ പരിക്ക് അത്യാവശ്യം സാരമായിരുന്നു. പക്ഷേ ഇയാൾക്ക് മറ്റു പ്രശ്നങ്ങളില്ല. ഇന്നലെ രാത്രി 11 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. കാർ നിയന്ത്രണം വിട്ട് ഇത്തരത്തിൽ പോസ്റ്റിലിടിച്ച് കുളത്തിലേക്ക് മറിയുകയായിരുന്നു. ഈ മദ്യപിച്ചാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നവർ ഡ്രൈവ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളൊക്കെ തന്നെ ഉണ്ട്. അങ്ങനെ അമിത വേഗത ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളൊക്കെ നാട്ടുകാർ അടക്കം പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുമെന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി 11 കൂടിയായിരുന്നു അപകടം. വലിയ ശബ്ദത്തോടു കൂടി നിയന്ത്രണം വിട്ട കാർ പോസ്റ്റിലിടിച്ച് കുളത്തിലേക്ക് മറിയുകയായിരുന്നു. ആ സമയം തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തി രക്ഷാപ്രവർത്തനം നടത്തി. എങ്ങനെയാണ് 3 പേരെ രക്ഷിക്കാനായത്. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. 3 പേരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കായിക വാർത്തകൾ. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകനെ ഉടൻ അറിയാം. IM വിജയൻ അധ്യക്ഷനായ ടെക്നിക്കൽ കമ്മിറ്റി 3 പേരുടെ ചുരുക്കപ്പട്ടിക അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് നൽകിക്കഴിഞ്ഞു. 2 പതിറ്റാണ്ടിനിടയിൽ ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഇന്ത്യൻ ഫുട്ബോളിനെ നന്നാക്കാൻ ഇനി വരുന്നത് ആരാകും? അനിൽ വാസുദേവ് തയ്യാറാക്കിയ എക്സ്പ്ലൈനർ. ലോക ഫുട്ബോളിലെ ഉറങ്ങുന്ന സിംഹം. 2007 അന്നത്തെ ഫിഫ പ്രസിഡന്റ് സെപ്പ് ബ്ലാറ്റർ ഇന്ത്യൻ ഫുട്ബോളിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞ് 18 കൊല്ലമാവുമ്പോൾ സിംഹം കൂടുതൽ എല്ലും തോലുമാവുകയും ഗാഠനിദ്രയിലേക്ക് വീഴുകയുമാണ് ചെയ്തത്. കഴിഞ്ഞ 17 കൊല്ലത്തിനിടെയുള്ള ഏറ്റവും മോശം റാങ്കിംഗ് ആയ 133-ലാണ് ടീം ഇന്ത്യ ഇപ്പോൾ. ഒന്നും ഓർക്കാനില്ലാത്ത 18 മാസത്തെ പാർട്ട് ടൈം കോച്ചിങ്ങിന് ശേഷം മനോലോ മാർക്കേസും സുല്ലിട്ടു. ഇനി ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ ഉണർത്താൻ ആരെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ. പുതിയ പരിശീലകനാവാൻ 170 അപേക്ഷകളാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് ലഭിച്ചത്. ഇതിൽ നിന്ന് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുള്ള 20 പേരുള്ള ലിസ്റ്റ് IM വിജയൻ അധ്യക്ഷനായ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ടെക്നിക്കൽ കമ്മിറ്റിക്ക് മുന്നിലെത്തി. ഇതിൽ നിന്ന് 3 പേരുടെ ചുരുക്കപ്പട്ടിക എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് കൈമാറിയിരിക്കുകയാണിപ്പോൾ. ആ 3 പേരുകൾ ഇതാണ്.
സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ, ഖാലിദ് ജമീൽ, സ്റ്റെഫാൻ തർക്കോവിച്ച്. സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ ഈ പേര് ഇന്ത്യൻ ഫുട്ബോളിൽ സുപരിചിതമാണ്. ഇന്ത്യൻ ഫുട്ബോളിന് വലിയ നേട്ടങ്ങൾ സമ്മാനിച്ച പരിശീലകൻ മൂന്നാം ഊഴമാണ് തേടുന്നത്. 2002 മുതൽ 2005 വരെയും 2015 മുതൽ 2019 വരെയുമായിരുന്നു കോൺസ്റ്റന്റൈൻ്റെ ആദ്യ 2 ടീമുകൾ. ഇന്ത്യ തുടർച്ചയായി കിരീടങ്ങൾ നേടുകയും റാങ്കിങ്ങിൽ വൻ കുതിപ്പുമുണ്ടാക്കിയ കാലമായിരുന്നു ഇതിൽ രണ്ടാം ടീം. 4 കിരീടങ്ങൾ നേടിത്തന്ന കോൺസ്റ്റന്റൈൻ റാങ്കിങ്ങിൽ 173 നിന്ന് 97 എത്തിച്ചു ഇന്ത്യയെ. ഖാലിദ് ജമീൽ ഈ പേരിനാണ് ഇന്ത്യൻ പരിശീലകനാവാൻ ഇപ്പോൾ കൂടുതൽ മുൻതൂക്കം. വെറും 48 വയസ്സ് മാത്രമുള്ള ഖാലിദ് ജമീൽ ഇന്ത്യൻ ലീഗുകളിൽ അത്ഭുതം കാണിച്ചയാളാണ്. 2017 അണ്ടർ ഡോഗുകളായ ഐസോൾ FCയെ ഐ ലീഗ് ചാമ്പ്യന്മാരാക്കിയായിരുന്നു ഖാലിദ് ജമീൽ വരവറിയിച്ചത്. പിന്നീട് ISLൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനൊപ്പവും ഇപ്പോൾ ജംഷഡ്പൂരിനൊപ്പവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ISL ചരിത്രത്തിൽ മുഖ്യ പരിശീലകനാകുന്ന ആദ്യ ഇന്ത്യക്കാരനായ ഖാലിദ് ജമീലിനാണ് കഴിഞ്ഞ 2 സീസണുകളിലും മികച്ച പരിശീലകനുള്ള അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ പുരസ്കാരം കിട്ടിയതും. ടെക്നിക്കൽ കമ്മിറ്റിയുടെ അടക്കം പിന്തുണയുള്ള ഖാലിദ് ജമീൽ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ 2005 ശേഷം ടീമിന് മുഖ്യ പരിശീലകനായി ഒരു ഇന്ത്യക്കാരനെ കിട്ടും. ലിസ്റ്റിലെ മൂന്നാമൻ സ്ലോവാക്യക്കാരൻ സ്റ്റെഫാൻ തർക്കോവിച്ചാണ്. സ്ലോവാക്യയെയും കിർഗിസ്ഥാനെയും ഒക്കെ പരിശീലിപ്പിച്ച തർക്കോവിച്ചിന്റെ പ്ലസ് പോയിന്റ് ദേശീയ ടീമുകളെ പരിശീലിപ്പിച്ചതിന്റെ അനുഭവ സമ്പത്താണ്. ആര് വന്നാലും കുഴപ്പമില്ല, സിംഹത്തെ ഉണർത്തണം. തൽക്കാലത്തേക്ക് ഗർജിച്ചില്ലെങ്കിലും നാണം കെടുത്താതിരുന്നാൽ മതി. വനിതാ ചെസ് ലോകകപ്പിൽ ഓൾ ഇന്ത്യൻ ഫൈനലിൽ ഇന്ത്യൻ താരങ്ങളായ കൊനരു ഹംപിയും ദിവ്യ ദേശ്മുഖും ഏറ്റുമുട്ടും. സെമി ഫൈനൽ ടൈ ബ്രേക്കറിൽ ടോപ്പ് സീഡ് ചൈനയുടെ ലീ ടിങ്ജിയെ വീഴ്ത്തിയാണ് കൊനേരു ഫൈനലിലേക്ക് മുന്നേറിയത്. ഇതോടെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ ചെസ് ലോകകപ്പ് ഇന്ത്യയിലെത്തുമെന്ന് ഉറപ്പാവുകയാണ്. ഫൈനൽ ഉറപ്പിച്ചതോടെ ഇരു താരങ്ങളും ലോക ചാമ്പ്യന്റെ എതിരാളിയെ കണ്ടെത്താനുള്ള കാൻഡിഡേറ്റ് ടൂർണമെന്റിന് യോഗ്യത ഉറപ്പാക്കി. ഇനി ചില കായിക വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. വനിതാ ചെസ് ലോകകപ്പിൽ ഓൾ ഇന്ത്യൻ ഫൈനലിൽ ഇന്ത്യൻ താരങ്ങളായ കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖും ഏറ്റുമുട്ടും. അമേരിക്കൻ റെസ്ലിംഗ് താരം ഹൾക്ക് ഹോഗൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ഫ്ലോറിഡയിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. WWFനെ ജനകീയമാക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച താരമാണ്. മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് ശക്തമായ നിലയിൽ. ഇന്ത്യയുടെ 358 റൺസ് പിന്തുടരുന്ന ഇംഗ്ലണ്ട് 2ാം ദിവസത്തെ കളി നിർത്തുമ്പോൾ 2 വിക്കറ്റിന് 225 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യൻ സൂപ്പർ ബാഡ്മിന്റൺ താരം PV സിന്ധുവിനെ ഞെട്ടിച്ച ഇന്ത്യയുടെ തന്നെ കൗമാര താരം ഉന്നതി ഹൂഡ. ചൈന ഓപ്പൺ സൂപ്പർ പോരാട്ടത്തിന്റെ പ്രീ ക്വാർട്ടറിലാണ് താരത്തിന്റെ മിന്നും ജയം. ഉന്നതി ക്വാർട്ടറിലേക്ക് മുന്നേറുകയും ചെയ്തു. 2026 ഇംഗ്ലണ്ട് ടൂറിലെ മത്സരക്രമം പുറത്തുവിട്ട് BCCI. 5 T20 3 ഏകദിനങ്ങളുമാണ് ജൂലൈയിൽ നടക്കുന്ന പരമ്പരയിൽ ഇന്ത്യ കളിക്കുക. കോഴിക്കോട് കുറ്റ്യാടി തൊട്ടിൽപാലം ചൂരണിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കുട്ടിയാനയെ ഇന്ന് മയക്കുവെടി വയ്ക്കും. കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി ഈ മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ആളുകളെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. ആനക്കുട്ടിയെ മയക്കുവെടി വയ്ക്കാൻ വയനാട്ടിൽ നിന്നുള്ള വെറ്റിനറി ഡോക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഗോകുൽ K വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. ഗോകുൽ, എന്തായിരിക്കും വനംവകുപ്പിന്റെ ഒരു ആക്ഷൻ പ്ലാൻ? കഴിഞ്ഞ 6 ദിവസമായി കുറ്റ്യാടിയിലെ വിവിധ മേഖലകളിൽ ഈ കാട്ടാന നാശം വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അക്രമത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയുണ്ടായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വീടിന് മുമ്പിൽ നിൽക്കുകയായിരുന്ന ദമ്പതികൾക്ക് നേരെ ആന പാഞ്ഞെടുക്കുകയും അവരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്ത്. പിന്നീടും നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലും അവിടുന്ന് ആനയെ തുരത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. പ്രദേശത്ത് ശക്തമായ പ്രതിഷേധം നടക്കുകയാണ്. ഈ ആനയെ തുരത്താത്തതിൽ നാട്ടുകാർ കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഇന്ന് ആനയെ മയക്കുവെടി വെക്കാനുള്ള തീരുമാനമായിട്ടുള്ളത്. വയനാട് നിന്നുള്ള അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അജീഷിന്റെ നേതൃത്വത്തിലായിരിക്കും ആനയെ മയക്കുവെടി വെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ കുറ്റ്യാടിയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആനയെ വെടിവെക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ, ആനയെ വെടിവെച്ച് കഴിഞ്ഞാൽ അതിനെ വാഹനത്തിലേക്ക് കയറ്റാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇന്ന് തന്നെ ആനയെ മയക്കുവെടി വെക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നാണ് DFOയുമായി ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേ സമയത്ത് തന്നെ അവിടെ RRT സംഘത്തിന്റെയും എലഫന്റ് സ്ക്വാഡിന്റെയും ഒക്കെ നിരീക്ഷണവും ശക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അവർ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പെരുവണ്ണാമൊഴിയിൽ നിന്നും
താമരശ്ശേരിയിൽ നിന്നുമുള്ള RRT സംഘമാണ് അവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വയനാട് നിന്നുള്ള എലഫന്റ് സ്ക്വാഡും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സാഹചര്യം ഒത്തുവരികയാണെങ്കിൽ ആനയെ വാഹനത്തിലേക്ക് കയറ്റാൻ തക്കതായ ഒരു സ്ഥലം കിട്ടുകയാണെങ്കിൽ, ആ പ്രദേശത്തേക്ക് ആനയെ കിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം നടക്കും. അതോടൊപ്പം തന്നെ വയനാട് നിന്നുള്ള അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്ററിനറി സർജൻ ഡോക്ടർ അജീഷ് അല്പസമയത്തിനകം തന്നെ കുറ്റ്യാടിയിലേക്ക് എത്തുകയും ചെയ്യും. യെസ്, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേർന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. കാസർഗോഡ് പടന്നക്കാട് മറിഞ്ഞ LPG ഗ്യാസ് ടാങ്കർ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് മേഖലയിൽ ഇന്ന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. 3 വാർഡുകൾക്ക് ജില്ലാ കളക്ടർ ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാനോ പുകവലിക്കാനോ പാടില്ല എന്നും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, വിവരങ്ങൾ എന്താണ്? അരുണിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ ചില സാങ്കേതിക തടസ്സമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കാസർഗോഡ് പടന്നക്കാടാണ് മറിഞ്ഞ LPG ഗ്യാസ് ടാങ്കർ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് മേഖലയിൽ ഇന്ന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്നും ഇത് മാറ്റാനുള്ള നടപടികൾ ഏത് തരത്തിലാണ് എന്ന കാര്യവും അരുൺ പാറയ്ക്കൽ പങ്കുവയ്ക്കും. അരുൺ പാറയ്ക്കൽ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. വിവരങ്ങൾ അരുൺ. ഇന്ന് 9:30 കൂടിയാണ് ഈ നടപടിക്രമങ്ങൾ ആരംഭിക്കുക. അതിന് മുന്നോടിയായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ ഐങ്ങോത്ത് വരെയുള്ള 3 വാർഡുകൾക്ക്, അതായത് 18, 19, 26 വാർഡുകൾക്ക് ജില്ലാ കളക്ടറിന് പ്രാദേശികമായി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സമയത്ത് 9:30 മുതൽ വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാനോ പുകവലിക്കാനോ പാടില്ലെന്ന് കർശനമായി അറിയിച്ചിട്ടുണ്ട്. ഇൻവെർട്ടർ ഉപയോഗിച്ചുള്ള വൈദ്യുതിയോ മറ്റു ഉപകരണങ്ങളോ പ്രവർത്തിക്കാൻ പാടില്ലെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനും വീഡിയോ ചിത്രീകരണത്തിനും അനുമതിയില്ല. പ്രദേശത്തെ പൊതുജനങ്ങൾക്ക് പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹന ഗതാഗതമാണ് പ്രധാനപ്പെട്ട കാര്യം. കാഞ്ഞങ്ങാട് നിന്ന് നീലേശ്വരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പുതിയ കോട്ടയിൽ നിന്ന് കല്ലൂരാവി വഴി പോകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നീലേശ്വരത്ത് നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് വരുന്ന വാഹനങ്ങൾ മടിക്കൈ കല്യാൺ റോഡ് വഴിയാണ് ഇവിടേക്ക് എത്തേണ്ടത്. എന്തായാലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെയില്ല. ഇന്നലെ ടാങ്കർ 12:45 ഉച്ചയ്ക്ക് 12:45 കൂടിയാണ് ടാങ്കർ മറിഞ്ഞത്. ടാങ്കറിന് ലീക്കൊന്നുമില്ല. പക്ഷേ അതിലുള്ള പാചകവാതകം മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ നടപടി. അത് മംഗലാപുരത്ത് നിന്ന് വാഹനം എത്തിയിട്ടുണ്ട്. അത് മാറ്റുമ്പോഴുള്ള നിയന്ത്രണം മാത്രമാണുള്ളത്. അറിയിച്ചത് അരുൺ പാറയ്ക്കലാണ് വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് ചേർന്നത്. കാസർഗോഡ് ചെറുവത്തൂർ വീരമലക്കുന്ന് അപകടത്തിൽ ദേശീയപാതയിലെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഇന്നും തുടരും. 7 JCBകൾ ഉപയോഗിച്ചാണ് മണ്ണ് നീക്കം ചെയ്യുന്നത്. അപകടത്തിന് കാരണക്കാരായ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ കർശന നടപടിയെടുക്കാനും തീരുമാനമായിട്ടുണ്ട്. പൊതുമരാമത്ത് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ചേരുന്ന ഉന്നതതല യോഗത്തിന് ശേഷമായിരിക്കും മേഘ കമ്പനിക്കെതിരെ റിപ്പോർട്ട് സമർപ്പിക്കുക. റോഡ് നിർമ്മാണത്തിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി പ്രദേശത്ത് ഇന്ന് കോൺഗ്രസ് ധർണ സംഘടിപ്പിക്കും. ഇനി ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ഇടുക്കി വാഗമൺ റോഡിൽ വിനോദസഞ്ചാരി കൊക്കയിൽ വീണ് മരിച്ചു. എറണാകുളം സ്വദേശി തോബിയാസ് ആണ് മരിച്ചത്. വാഗമൺ റോഡിലെ ചാത്തൻപാറയിൽ ഇറങ്ങുന്നതിനിടെ കാൽ വഴുതി കൊക്കയിൽ വീഴുകയായിരുന്നു. രാഹുൽ വിജയനാണ് ചേരുന്നത് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്താണ് സംഭവിച്ചത്? സ്മിത, ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. എറണാകുളത്ത് നിന്ന് വാഗമണിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയ സംഘത്തിൽപ്പെട്ട തോബിയാസ് എന്ന് പറയുന്ന ആളാണ് ഈ ചാത്തൻപാറയിൽ നിന്ന് താഴേക്ക് വീണത്. കാൽ വഴുതി വീണതാകാമെന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനം. 200 അടി താഴ്ചയിലേക്ക് ഈ തോബിയാസ് പതിക്കുകയായിരുന്നു. പിന്നീട് മൂലമറ്റത്ത് നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തി രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ വലിയ ശ്രമകരമായിരുന്നു. കാരണം കനത്ത മഴയും മൂടൽമഞ്ഞും ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിരുന്നു. പിന്നീട് തൊടുപുഴയിൽ നിന്നും അഗ്നിശമന സേന എത്തുകയായിരുന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഈ തോബിയാസിനെ മുകളിലേക്ക് പ്രധാനപ്പെട്ട റോഡിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അവിടെ നിന്ന് തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ശരി, രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അമേരിക്കൻ ടെക് കമ്പനികൾ ഇന്ത്യക്കാരായ തൊഴിലാളികളെ നിയമിക്കുന്നതിനെ രൂക്ഷമായി വിമർശിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഭരണത്തിന് കീഴിൽ ഇത്തരം പ്രവണതകൾക്ക് അന്ത്യം കുറിക്കും എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു, എന്താണ് ട്രംപ് പറയുന്നത്? മധു,
ഗുഡ് മോർണിംഗ് സ്മിത, റീജിത്ത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് ഒരു ഉച്ചകോടി നടന്നിരുന്നു. അവിടെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് ഈ ഉച്ചകോടിയിൽ 3 എക്സിക്യൂട്ടീവ് ഓർഡറുകളിലാണ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത്. ഇതിൽ ഈ വൈറ്റ് ഹൗസിന്റെ ഒരു കർമ്മ പദ്ധതിയുമൊക്കെ ഈ ഒപ്പുവെച്ച ഈ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രസംഗത്തിലാണ് അമേരിക്കൻ ടെക് കമ്പനികൾ ചൈനയിൽ ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിനെയും അതുപോലെ ഇന്ത്യയിൽ തൊഴിലാളികളെ ഈ ടെക് കമ്പനികൾ നിയമിക്കുന്നതിനെയും ഒക്കെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസംഗിച്ചത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത് റാഡിക്കൽ ഗ്ലോബലിസം എന്നുവരെയാണ്. തന്റെ ഭരണത്തിന്റെ കീഴിൽ ഇത്തരം പ്രവണതകൾക്ക് അന്ത്യം കുറിക്കുമെന്ന് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് ഈ കമ്പനികൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ സാങ്കേതിക വ്യവസായത്തിന്റെയും അതുപോലെ ഈ ആഗോളവൽക്കരണം ഒക്കെ ശരിക്കും ഈ അമേരിക്കയ്ക്ക് ദോഷമുണ്ടാക്കി എന്ന തന്റെ നിലപാട് ട്രംപ് ഇവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. ട്രംപ് പറയുന്നത് ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർക്ക് ഈ ടെക് കമ്പനികൾ അവർ നടത്തുന്ന ബിസിനസ്സും അതുപോലെ അവർ ഈ മറ്റ് രാജ്യങ്ങളിൽ അവരുടെ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചതും അവിടെ നിന്നുള്ള തൊഴിലാളികളെ എടുത്തതും ഒക്കെ അമേരിക്കക്കാർക്കിടയിൽ അവിശ്വാസവും അതുപോലെ അവർ രാജ്യത്തോട് വഞ്ചന നടത്തി എന്നൊരു തോന്നൽ ഉണ്ടെന്നൊക്കെയാണ് ട്രംപ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയുടെ പല വലിയ സാങ്കേതിക കമ്പനികളും അമേരിക്കയുടെ സ്വാതന്ത്ര്യം ചൂഷണം ചെയ്തിരിക്കുകയാണ്. അതുപോലെ ചൈനയിൽ അവരുടെ ഫാക്ടറികൾ നിർമ്മിക്കുകയും ഇന്ത്യയിൽ തൊഴിലാളികളെ നിയമിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് എടുത്തു പറയുകയും ചെയ്തു. ട്രംപ് പറയുന്നത് ആ ദിനങ്ങളൊക്കെ അവസാനിച്ചു എന്നാണ്. AI മത്സരത്തിൽ വിജയിക്കുവാൻ സിലിക്കൺ വാലി ഇനി ഇപ്പോൾ ഉള്ളതിലും അതിന്റെ അപ്പുറത്തേക്ക് ദേശഭക്തിയുടെ ഒരു പുതിയ മനോഭാവം ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് പറയുന്നു. അത് US കമ്പനികൾ അമേരിക്കയ്ക്ക് വേണ്ടിയായിരിക്കണം പൂർണ്ണമായി അണിനിരക്കേണ്ടത്. ടെക് കമ്പനികൾ അമേരിക്കക്കാർക്ക് മുൻഗണന നൽകണമെന്ന് ട്രംപ് ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഇത് മാത്രമാണ് ട്രംപ് ഭരണകൂടം ഈ കമ്പനികളോട് ആവശ്യപ്പെടുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞത്. നമ്മൾ ഓർക്കണം, കഴിഞ്ഞ ആഴ്ചയിലാണ് ഈ ആപ്പിൾ, ടെസ്ല പോലെയുള്ള കമ്പനികൾ ഇന്ത്യയിലെ ഫാക്ടറികൾ അടച്ചുപൂട്ടി അതെല്ലാം തിരികെ അമേരിക്കയിൽ കൊണ്ടുവരണമെന്ന് ട്രംപ് പറഞ്ഞത്. ശ്രീജിത്ത്, സ്മിത. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ടെക് കമ്പനികൾക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇനി ചില അന്താരാഷ്ട്ര വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. തായ്ലൻഡ് കംബോഡിയ സംഘർഷത്തിൽ ആശങ്കയറിയിച്ച് യൂറോപ്യൻ യൂണിയൻ. അതിർത്തി തർക്കത്തെ തുടർന്ന് ആരംഭിച്ച ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കണമെന്ന യൂറോപ്യൻ യൂണിയൻ ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു. ഗസ നഗരത്തിലെ 5 കുട്ടികളിൽ ഒരാൾക്ക് പോഷകാഹാരക്കുറവുണ്ടെന്നും കേസുകൾ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസി. ഗസയിൽ പട്ടിണി കാരണം കുട്ടികൾ മരിക്കുന്നതെന്ന മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഐക്യരാഷ്ട്രസഭയുടെ വെളിപ്പെടുത്തൽ. സൈപ്രസിലും തുർക്കിയിലും കാട്ടുതീ വ്യാപിക്കുന്നു. ഇരു രാജ്യങ്ങളിലുമായി 12 മരണം റിപ്പോർട്ട് ചെയ്തു. അരനൂറ്റാണ്ടിനിടെ സൈപ്രസിലുണ്ടായ ഏറ്റവും വലിയ കാട്ടുതീയാണിത്. വടക്കൻ ഗസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ മാത്രം 20 പേർ കൊല്ലപ്പെട്ടെന്നും 140 പേർക്ക് പരിക്കേറ്റെന്നും ഖാൻ യൂനിസിലെ അൽ നസർ ആശുപത്രി. പരിക്കേറ്റ നിരവധി പേർ എത്തുന്നുണ്ടെന്നും ആശുപത്രി വ്യക്തമാക്കി. ബ്രസീൽ മുൻ പ്രസിഡന്റ് ജയർ ബോൾസനാരോയെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്ന് ബ്രസീൽ സുപ്രീം കോടതി. സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരായ കേസിൽ ബോൾസനാരോയെ അറസ്റ്റ് ചെയ്യുമെന്ന് നേരത്തെ സുപ്രീം കോടതി സൂചന നൽകിയിരുന്നു. ഇരട്ട ഫ്രീക്വൻസി റഡാർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ നൈസറിന്റെ വിക്ഷേപണം ഈ മാസം 30-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് GSLV F-16 റോക്കറ്റ് ഉപയോഗിച്ചാണ് ISRO നാസ സംയുക്ത ദൗത്യമായ നൈസറിനെ ഭ്രമണപഥത്തിൽ എത്തിക്കുക. ഓരോ 12 ദിവസത്തിലും 2 തവണ ഭൂമിയെ മുഴുവനായി നിരീക്ഷിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയിലാണ് നൈസറിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭൂമിയുടെ ജൈവവ്യവസ്ഥ, സമുദ്ര ജലനിരപ്പ്, ഭൂഗർഭജലം തുടങ്ങിയവയിലെ മാറ്റങ്ങളും ഭൂകമ്പം, സുനാമി, മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളുടെ സാധ്യതകളും നൈസർ നിരീക്ഷിക്കും. 2392 കിലോഗ്രാം ഭാരമുള്ള നൈസറിന് L ബാൻഡ്, S ബാൻഡ് ഫ്രീക്വൻസികൾ ഉപയോഗിച്ച് ഉയർന്ന റെസൊല്യൂഷനിലുള്ള ചിത്രങ്ങൾ പകർത്താൻ ശേഷിയുണ്ട്. ഇന്ത്യക്കും അമേരിക്കയ്ക്കും പുറമെ ആഗോള ശാസ്ത്ര സമൂഹത്തിന് മുഴുവനായി നൈസറിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന. നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയും ISROയും 1 ദശാബ്ദത്തിലേറെ സമയമെടുത്താണ് നൈസറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നൈസർ ഉപഗ്രഹത്തിൽ നാസ രൂപകൽപ്പന ചെയ്ത L ബാൻഡ് പേലോഡും
ISRO സംഭാവന ചെയ്ത എസ് ബാൻഡ് പേലോഡും 12 മീറ്റർ വ്യാസമുള്ള റിഫ്ലക്ടർ ആന്റിനയാണ് ഉപയോഗിക്കുക. കർഷകർ മുതൽ ഗവേഷകർക്ക് വരെ മുതൽക്കൂട്ടാവുന്ന വിവരങ്ങളാവും നൈസർ ലഭ്യമാക്കുക. വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട നിർണായക ആപ്ലിക്കേഷനുകൾക്ക് സഹായകമാകുന്ന ഡേറ്റ ഉപഗ്രഹം കൈമാറും. കപ്പലുകളുടെ സ്ഥാനനിർണയം, കൊടുങ്കാറ്റുകളുടെ ഗതി, മണ്ണിന്റെ ഈർപ്പം, ഉപരിതല ജലസാന്നിധ്യം എന്നിവയുടെ കണ്ടെത്തലുകൾക്കും നൈസർ പുതിയ വേഗം നൽകും. ഉപഗ്രഹ വിക്ഷേപണത്തിനുള്ള അവസാനവട്ട ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ISRO അറിയിച്ചു. അസംബ്ലി യൂണിറ്റിൽ നിന്ന് GSLV F-16 റോക്കറ്റ് വിക്ഷേപണ ടവറിലേക്ക് എത്തിച്ചു. ഈ മാസം 30 വൈകിട്ട് 5:40 സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 2ാം വിക്ഷേപണ തറയിൽ നിന്നാണ് നൈസറിന്റെ വിക്ഷേപണം. സയൻസ് ഡെസ്ക് 24. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇന്ന് ധർമ്മസ്ഥലയിലെത്തി അന്വേഷണം ആരംഭിച്ചേക്കും. ദക്ഷിണ കന്നഡ SP ഓഫീസ്, ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷൻ, ബാൽത്തങ്ങടി പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കും. 6 പേരടങ്ങുന്ന 4 സംഘമായാകും അന്വേഷണം. അന്വേഷണ സംഘത്തിൽ നിന്ന് പിന്മാറിയ DCP സൗമ്യലതയ്ക്ക് പകരം ആര് ആ ടീമിലേക്ക് എത്തും എന്നും ഇന്ന് വ്യക്തമാകും. മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുപ്പ് ഉടൻ ഉണ്ടാകും എന്നാണ് വിവരം. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ ബലപരിശോധനാ റിപ്പോർട്ട് സർക്കാർ ഇന്ന് കോടതിയിൽ സമർപ്പിച്ചേക്കും. കോഴിക്കോട് NIT ആണ് പരിശോധന നടത്തിയത്. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയത്തിൽ അഴിമതിയെന്ന് ചൂണ്ടിക്കാട്ടി മുൻ കോൺഗ്രസ് MLA അനിൽ അക്കരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പരിശോധന വൈകുന്നതിൽ കോടതി നേരത്തെ അതിരൂക്ഷ വിമർശനം അറിയിച്ചിരുന്നു. CPI എറണാകുളം ജില്ലാ സമ്മേളനം ഇന്നും തുടരും. പ്രവർത്തന റിപ്പോർട്ട് അവതരണം, ചർച്ച, ജില്ലാ കൌൺസിൽ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള നടപടികൾ ഇന്ന് പൂർത്തിയാക്കും. വിഭാഗീയ പ്രശ്നങ്ങളാൽ കഴിഞ്ഞ സമ്മേളന കാലയളവിലെ വിവാദങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാന നേതൃത്വത്തിന്റെ മേൽനോട്ടത്തിലാണ് സമ്മേളനം പുരോഗമിക്കുന്നത്. LDF സർക്കാരിന്റെ പ്രവർത്തനത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ആഭ്യന്തര വനം വകുപ്പുകളുടെ പ്രവർത്തനം തീരെ മോശമാണെന്ന് ആരോപിച്ച റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നുവെന്നും വിമർശിച്ചു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മരണത്തെ തുടർന്ന് നീട്ടിവെച്ച സമ്മേളനം ശനിയാഴ്ചയാണ് സമാപിക്കുക. ഇനി 24ന്റെ വാർത്താ പരമ്പരയിലേക്കാണ്. തലയ്ക്ക് മീതെ മരണക്കെണി. എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് കോഴിക്കോട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പഴയ കെട്ടിടം. നിലവിൽ ഈ കെട്ടിടത്തിൽ പഠനമില്ലെങ്കിലും 1200ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന്റെ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം ആശങ്ക പടർത്തുന്നുണ്ട്. നഗരം മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 1200ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. പ്രധാന കെട്ടിടത്തോട് ചേർന്ന ഈ കെട്ടിടമാണ് ഭീഷണിയാകുന്നത്. നൂറ്റാണ്ടിലധികം പഴക്കമുള്ള കെട്ടിടം ഓടുകൾ പൊട്ടിയതിനെ തുടർന്ന് മഴയിൽ ചോർന്നൊലിക്കുന്നുണ്ട്. ഇതോടെ ഭിത്തികൾക്കും ബലക്ഷയം സംഭവിച്ചു. കുട്ടികൾ അബദ്ധത്തിൽ കെട്ടിടത്തിൽ കയറിയാൽ അപകട സാധ്യത ഏറെയാണ്. കെട്ടിടം ഹെറിറ്റേജ് പദവി നൽകി സംരക്ഷിക്കാൻ ശ്രമമുണ്ടായെങ്കിലും നടന്നില്ല. മഴ പെയ്ത് പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളം, നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടാവും, വെള്ളം ഇങ്ങനെ വീണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം. അതുകൊണ്ട് കുട്ടികൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവുമല്ലോ. വെള്ളം എപ്പോഴും നമ്മൾ ഇവിടെ പുറത്തുണ്ടാവില്ല. ഒന്നെങ്കിലും പൊളിച്ച് നീക്കുക, അല്ലെങ്കിൽ അത് ഒന്ന് മൊത്തം ബ്ലോക്കാക്കുക. പരാതി ഞങ്ങൾ കോർപ്പറേഷനിൽ പറഞ്ഞിരുന്നു. ഓല് അതിൻ്റെ ഒന്നും ഒരു നടപടി ഉണ്ടായില്ല. ഗ്രൗണ്ടിനോട് ചേർന്ന ഫിറ്റ്നസ് ഇല്ലാത്ത ഹയർ സെക്കൻഡറി ബ്ലോക്കും അപകട ഭീഷണി നേരിടുന്നുണ്ട്. പഴയ കെട്ടിടത്തിലെ ബെഞ്ച്, ഡെസ്ക് തുടങ്ങിയവയും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്ധ്യ മയങ്ങുന്നതോടെ ഈ കെട്ടിടം സാമൂഹ്യദ്രോഹികളുടെ താവളമാകുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത കെട്ടിടം ഒന്നുകിൽ പൈതൃക കേന്ദ്രമായി സംരക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ ഉടൻ പൊളിച്ചു നീക്കണം. ഒരു അപകടമുണ്ടാകും വരെ കാത്തിരിക്കരുത്. കോഴിക്കോട് നിന്ന് അബിത്തിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. കോവിഡ് അതിജീവനവും കോവിഡ് പോരാളികളെയും ഒക്കെ നമുക്ക് ഒരിക്കലും മറക്കാനാകാത്തതാണ്. മലപ്പുറം വളാഞ്ചേരി വേങ്ങാട് TRK UP സ്കൂളിൽ കോവിഡ് അതിജീവന കാലത്തെ ഓർമ്മപ്പെടുത്തി ഒരു ശില്പം നിർമ്മിച്ചു. ദ വോളണ്ടിയർ എന്നാണ് ശില്പത്തിന് പേരിട്ടിരിക്കുന്നത്. ശില്പത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി. മുന്നിൽ ചോറ്റുപാത്രവും പിന്നിൽ മരുന്ന് പെട്ടിയുമായി മാസ്ക് ധരിച്ച് സൈക്കിളിൽ ദൃഢനിശ്ചയത്തോടെ പോകുന്ന വോളണ്ടിയർ, അതാണ് ദി വോളണ്ടിയർ ശില്പം. മഹാമാരിക്കാലത്ത് മരുന്നും അവശ്യ സാധനങ്ങളുമായി
നാട്ടുകാർക്ക് മുന്നിലെത്തിയ പോരാളികൾക്കുള്ള ആദര സൂചകമായാണ് ശില്പം നിർമ്മിച്ചത്. ദിവസത്തോളം നീണ്ടുനിന്ന കമ്മ്യൂണിറ്റി കിച്ചൺ സാമൂഹ്യ അടുക്കള ഈ വിദ്യാലയത്തിലാണ്, മുറനാട് പഞ്ചായത്തിന് വേണ്ടി ഈ വിദ്യാലയത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. വളരെ നിസ്വാർത്ഥമായ സേവനമാണ് പാചകത്തൊഴിലാളികൾ അതിൽ നിർവഹിച്ചിട്ടുള്ളത്. അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടും അവരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടും, അവരെ മാത്രമല്ല മുഴുവൻ കോവിഡ് വളണ്ടിയേഴ്സിനുമുള്ള ആദരമായിട്ടാണ് ദി വളണ്ടിയർ എന്ന ശില്പം ഈ വിദ്യാലയം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സ്കൂൾ പ്രധാനാധ്യാപകൻ പി കെ സുഭാഷാണ് ആശയം. മാനേജർ ടി കെ സുശീല നിർമ്മാണ ചിലവും ഏറ്റെടുത്തു. 5 മാസം കൊണ്ട് ശില്പം തയ്യാറായി. നമുക്കിപ്പോൾ ഈ കോവിഡ് മാത്രമല്ലല്ലോ, പ്രളയകാലത്തും ഇതേപോലെ ആളുകൾ ഇതേപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ആത്മാർത്ഥമായിട്ട്. എനിക്ക് തോന്നുന്നു കോവിഡിനേക്കാൾ കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ടുള്ള നമ്മൾ മലയാളികൾ അറിഞ്ഞത് പ്രളയം കൂടിയാണ്. അപ്പോൾ ഇവിടെ കോവിഡ് കാലത്താണ് ഈ വളണ്ടിയേഴ്സ് കാര്യമായിട്ട് വർക്ക് ചെയ്തെങ്കിലും പ്രളയം കൂടി നമുക്ക് ഏതായാലും ഒരു ശില്പം ചെയ്യല്ലേ, അപ്പോൾ 2 കാലം കൂടി ഓർമ്മിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വെള്ളം കൂടി ചെയ്തത്. കോവിഡ് കാലത്ത് നാം എങ്ങനെ അതിജീവിച്ചു എന്ന് ഈ ശില്പം തലമുറകളോട് പറയും. തിരൂർ. ഇടുക്കി ചക്കുപള്ളം സ്വദേശിയായ അഗസ്റ്റിൻ ജോസഫിന്റെയും കുടുംബത്തിന്റെയും താമസം കഴിഞ്ഞ 8 മാസമായി കാലിത്തൊഴുത്തിലാണ്. PMAY ഭവന പദ്ധതി പ്രകാരം അനുവദിച്ച വീടിന് കിട്ടേണ്ട ഗഡുക്കൾ മുടങ്ങിയതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. ഈ കാണുന്നത് ഒരു കാലിത്തൊഴുത്താണ്. ഷീറ്റുകൾ കൊണ്ട് മറച്ചു കെട്ടിയിട്ടുണ്ട് എന്ന് മാത്രം. കഴിഞ്ഞ 8 മാസമായി ഒരു കുടുംബത്തിന്റെ താമസം ഇവിടെയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് വീട് അനുവദിച്ചു. ആദ്യ ഗഡു 48,000 രൂപ കിട്ടി. ഉണ്ടായിരുന്ന വീട് ഇടിച്ചു നിരത്തി പുതിയത് പണിയാൻ തുടങ്ങി. എന്നാൽ പിന്നീട് ഇതുവരെ 1 രൂപ പോലും കിട്ടിയിട്ടില്ല. ആദ്യത്തെ ഗഡുവായി 48,000 രൂപയല്ലാതെ ഞങ്ങൾക്ക് ഇതുവരെയും വേറൊരു പൈസയും കീറിയിട്ടില്ല. പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ അവർ 15 ദിവസത്തെ അവധിനകം കീറുമെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ 8 മാസക്കാലമായിട്ട് ഞങ്ങൾക്ക് ഒരു പൈസയും കീറിയിട്ടില്ല. ബ്ലോക്കിൽ ചെല്ലുമ്പോൾ അവർ ബില്ല് മാറി 7 ദിവസത്തെ താമസത്തിനകം നിങ്ങൾക്ക് പൈസ കീറുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ ബ്ലോക്കിൽ നിന്ന് 7 ദിവസത്തെ താമസം പറഞ്ഞിട്ട് ഇപ്പോൾ 1 മാസം തികഞ്ഞിരിക്കുവാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ പണം കിട്ടുമെന്ന് ഉറപ്പു പറഞ്ഞതോടെ പലയിടത്തു നിന്നായി കടം വാങ്ങി വീട് പണി ഇവിടെ വരെ എത്തിച്ചു. ഉടനെ പൈസ കയറും, നിങ്ങൾ പണി തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ 1 രൂപ എന്നാലും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം കടം മേടിച്ച് പണി തുടങ്ങുന്നത്. ഇത് പെരവണിയാൻ പോയി, അതുകൊണ്ട് ഇപ്പം തിരിച്ചടയ്ക്കാൻ പോലും വല്ലാത്തൊരു സ്ഥിതിയായിപ്പോയി. ഒന്നുമല്ലാതെ കന്നാലി വീട്ടിൽ കിടക്കുകയാണ്. PMAY പദ്ധതിയിൽ വീട് ലഭിച്ച സംസ്ഥാനത്തെ ആയിരക്കണക്കിന് ആളുകൾ സമാന അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. 4 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ ആദ്യ ഗഡുവായ 48,000 രൂപ മാത്രമാണ് പല ഗുണഭോക്താക്കൾക്കും ലഭിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും വിഹിതങ്ങൾ കിട്ടാതെ മുടങ്ങിക്കിടക്കുകയാണ്. 1,94,000 വീടുകൾക്കാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ മുതിർന്ന താരങ്ങളുടെ അടക്കം പിന്തുണ ഉറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ. ചരിത്രത്തിൽ ഏറ്റവും അധികം നോമിനേഷനുകളുള്ള ഇത്തവണ കടുത്ത മത്സരം തന്നെ നടക്കും എന്നുറപ്പാണ്. 6 പേർ മത്സരരംഗത്തുള്ള പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്നത്. മുതിർന്ന താരങ്ങളായ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പിന്തുണ ജഗദീഷിനുണ്ട് എന്നാണ് സൂചന. ആൻമരിയ സണ്ണി ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ആൻമരിയ, തീർച്ചയായിട്ടും ഇതൊരു കടുത്ത വാശിയേറിയ പോരാട്ടമാകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. കാരണം പതിവിലുമേറെ നോമിനേഷൻസ് തന്നെയുണ്ട്. പറയൂ, എന്താണ് ഇതിൽ കൂടുതൽ സൂചനകൾ ലഭിക്കുന്നത്?
സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും അധികം നോമിനേഷനുകളിലുള്ള ഒരു മത്സരമാണ്. അതായത് കടുപ്പമേറിയ മത്സരം ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു മത്സരമാണ് താരസംഘടനയായിട്ടുള്ള അമ്മയിൽ ഇനി അടുത്ത് വരാനായിരിക്കുന്നത്. അത് 74 പത്രികകളാണ്. ഇന്നലെയായിരുന്നു അവസാന തീയതി. നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നലെയായിരുന്നു. 74 പേരാണ് മത്സര രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കാൻ പോകുന്നത് 6 പേർ എത്തിയിരിക്കുന്ന പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ്. അതിൽ ജഗദീഷും ശ്വേതാ മേനോനും അടക്കമുള്ള മുതിർന്ന താരനിര തന്നെയാണ് ഈ 6 പേരടങ്ങുന്ന ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സര രംഗത്തേക്ക് എത്തിയിരിക്കുന്നതിൽ ജഗദീഷിന് ഈ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ പിന്തുണയുണ്ട് എന്നുള്ള രീതിയിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കടുത്ത പോരാട്ടത്തിനാണ് ശ്വേതാ മേനോനും മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഒപ്പം ഈ കടുത്ത മത്സരങ്ങൾ നിലനിൽക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയേണ്ടതുണ്ട്. അത് ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ മത്സര രംഗത്തേക്ക് വരരുത് എന്ന് പല മുതിർന്ന താരങ്ങളും ഇന്നലെ ഈ നോമിനേഷൻ പത്രിക സമർപ്പിക്കാൻ എത്തിയപ്പോൾ പറഞ്ഞിരുന്നു. കാരണം ആരോപണ വിധേയരായിട്ടുള്ളവരെ അമ്മ സംഘടനയിൽ നിന്നും അല്ലെങ്കിൽ താരസംഘടനയുടെ ഈ മത്സര രംഗത്ത് നിന്നും മാറി നിൽക്കേണ്ടതാണ്. കാരണം ഒരു പുതിയ അമ്മയായിട്ട് തന്നെ മുന്നോട്ട് വരാനാണ് വേണ്ടത് എന്ന രീതിയിൽ അനൂപ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിലെല്ലാം വലിയ തരത്തിലുള്ള വാശിയേറിയ ഒരു പോരാട്ടം നടക്കുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും അധികം നോമിനേഷനുകൾ വരുന്ന ഒരു വലിയ മത്സരമായിട്ട് തന്നെ മുന്നോട്ട് വരാനായിട്ടാണ് സാധ്യത. മോഹൻലാൽ നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുകയാണ് എങ്കിൽ മത്സരിക്കാൻ താനില്ല എന്ന് ആദ്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നാലെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ജഗദീഷും ശ്വേതാ മേനോനും പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് ഏറ്റവും ശക്തമായ മത്സരം നടക്കാൻ പോകുന്ന 6 പേരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ചർച്ചകൾ അമ്മയിൽ സജീവമാണ്. ആൻമരിയ സണ്ണിയാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേർന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. സമൂഹ മാധ്യമത്തിലൂടെ VS ഉൾപ്പെടെ മരണമടഞ്ഞ പ്രമുഖ നേതാക്കളെ നടൻ വിനായകൻ അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ അന്വേഷണം നടത്താൻ DGPക്ക് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം. നിരവധി പരാതികളാണ് DGPക്ക് വിനായകനെതിരെ സംസ്ഥാനത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നും ലഭിച്ചിട്ടുള്ളത്. എന്നാൽ വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറ്റകരമായ അധിക്ഷേപ പരാമർശങ്ങൾ ഇല്ല എന്ന അഭിപ്രായവും നിയമവിദഗ്ധർ പറയുന്നുണ്ട്. അതേസമയം കേന്ദ്ര ബാലാവകാശ കമ്മീഷനും മഹാരാഷ്ട്ര സൈബർ സെല്ലിലും അടക്കം വിനായകനെതിരെ പരാതി എത്തിയിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പ്രൊഫൈൽ ചിത്രമടക്കം ഫേസ്ബുക്ക് പോസ്റ്റിൽ അനുമതി കൂടാതെ ഉപയോഗിച്ചു എന്ന മുംബൈ മലയാളിയുടെ പരാതി കേരള DGPക്കും കിട്ടിയിട്ടുണ്ട്. ഇതോടെ മോർണിംഗ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.